തീരങ്ങളിലെ തുറസുകൾ കച്ചവട കേന്ദ്രങ്ങളായിരുന്ന ഒരു കാലത്ത് ചരക്കു വഞ്ചികൾ അടുത്തിരുന്ന കടവുകളിൽ താഴെ നിന്ന് മുകളിലേക്കും തിരിച്ചും ചരക്കുകളുടെ കയറ്റിറക്കത്തെ സുഗമമാക്കുവാൻ നിർമ്മിച്ചിരുന്ന ചരിഞ്ഞ പ്രതലമാണ് ചാരുമാനം. അക്കാലത്തെ മനുഷ്യാനുഭവങ്ങളുടെ കൂത്തരങ്ങളിൽ നിന്നും ഈ കളിയരങ്ങിലേക്ക് ഇന്നും പ്രസക്തമായൊരു ചാരുമാനം ഞങ്ങൾ പണിയുകയാണ്. അതിലേറി മറുപുറമെത്താൻ ബഹുമാന്യ സദസ്സിനെ ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു ചാരുമാനം. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിത പാടുന്നു ഗീതങ്ങൾ. മനമേ നീയും ഉണർന്നി യേശുപരനെ പാടി സ്തുതിക്ക. നീ തന്നെ ഇങ്ങനെ ഗർവിച്ചു മനുഷ്യന്റെ ഊരിൽ തൊടി കളയാതെ വെള്ളം തള്ളി ഇറങ്ങാൻ നോക്കണം. മനുഷ്യനെ മനസമാധാനമായിട്ടൊന്ന് വെളിക്കിറങ്ങാനും സമ്മതിക്കുകയില്ല. ആണുങ്ങളെ കടിച്ചാൽ പൊട്ടാത്ത പെണ്ണാളുള്ള കടവ് കാണുമ്പോ വെളിച്ചിറക്കാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ കഴിവുകൾ കൊണ്ട് ഈ വെള്ളത്തിന്റെ വാറ്റോടെ കൂടെ ഒരു എത്ര മൈല് നടന്നിട്ടുണ്ടാവും. പിന്നെ ഈ കട്ടുകാലത്ത് നേരത്തെ വെള്ളം കൊണ്ടല്ലോ അങ്ങനെ ഒരു മയിലും കൂലൊക്കെ നോക്കാൻ പോകും. എന്നാ ഭയങ്കര തെരിയുന്ന പോലെ വെള്ളം പറ തെരിയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു തരാം. വെള്ളം നാളെ അങ്ങോട്ടൊന്ന് ഒതുക്കേ. നമുക്കേ ഒരു ബീഡി അടിച്ച് രണ്ട് പോയ എടുക്കാം. പറഞ്ഞു വരുമ്പോഴേ ഈ ഞാൻ ആരാ? എന്റെ പിള്ളേച്ച പറഞ്ഞോണ്ട് വന്നാലും പറയാണ്ട് വന്നാലും പിള്ളാച്ചനല്ലേ? എടാ ഏക്കർ കണക്കിന് ഭൂസ്വത്തും 10,000 നിറയെ നെല്ലും അരി 800 മൂത്ത പണമുള്ള വരിക്കനാലി ഭാർഗവൻ പിള്ളയുടെ ഏകാനന്ദനല്ലടായി ഞാൻ. എന്നിട്ട് എനിക്കതിന്റെ ഗുണം വല്ലവും കിട്ടുന്നുണ്ടോ? എന്റെ പിള്ളേച്ച അതിനെ അങ്ങനെ പറഞ്ഞിട്ട് തറവാട്ടി അടങ്ങി ഒതുങ്ങി നിൽക്കണമായിരുന്നു. അങ്ങനെ നടന്നത് 10-15 കൊല്ലം അങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഒടുവിനെ പോലെ പണിയെടുത്തു. സിസ്തുപൂർവ്വം പാസ്സായി തുടർന്ന് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറയുമോ നിനക്കൊന്നിനുള്ള പഠിപ്പും പത്രാസും തൊഴുത്തിക്കിടക്കുന്ന ബന്ധാനുകളുടെ കാര്യം നോക്കി നടന്ന നിനക്കും നിന്റെ അമ്മയ്ക്കും അന്നല്ലാതെ കഴിയാമല്ലോ. അതിന് പിള്ളേച്ചിനിപ്പോ എന്നാത്തിന്റെ കുറവാ. നല്ല അന്തസ്സായിട്ടൊന്ന് ജീവിക്കണില്ലേ? അത് തന്നെയാടാ ഞാനും പറഞ്ഞു വരുന്നത്. 10-25 കൊല്ലം മുമ്പേ ആ മതിൽക്കെട്ടിനകത്തുനിന്ന് ഇറങ്ങിപ്പോയപ്പോ അവിടെ ഉപേക്ഷിച്ചതാ ഊമ്പിയ ജാതി മതവും അതിന്റെ മഹത്വം. അതുകൊണ്ടെന്താ ഞാനിപ്പോ വെട്ടവും വെളിച്ചമൊക്കെയുള്ള ഈ മണ്ണില് നല്ല മനുഷ്യനായി ജീവിക്കുകയല്ലടാ. എങ്ങനെ നല്ല മനുഷ്യനായിട്ട് ഇങ്ങനെ ജീവിക്കുകയല്ലേ? എന്റെ പിള്ളേച്ച നിങ്ങൾ അന്ന് അവിടുന്ന് ഉപയോഗിച്ചിട്ട് പോകുന്ന ആ ജാതി മതമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാ നിങ്ങൾ ഇവിടം വരെ എത്തിച്ചത്. ഒരുമാതിരി ഊമ്പിയ വർത്താനം പറയരുത് കേട്ടോ, എല്ലാം അറിഞ്ഞിരുന്നോട്ടാ. തെളിവ് പറയാണ്ട് ഞാൻ പറഞ്ഞ പ്രസിഡന്റാന്ന് പറഞ്ഞോ. എടാ നീ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ അതിരമ്പുഴ ചന്തയിലെ മാപ്പിളമാര്, പേട്ടയിലെ മുത്തക്കച്ചവടക്കാരായ മേത്തന്മാര്, മുഹമ്മേല് മീൻ കച്ചവടത്തിന് വരുന്ന മരക്കാന്മാരും മരക്കാത്തികളും, പിന്നെ നമ്മുടെ വള്ളത്തിൽ നിന്ന് അന്നറ ചില്ലറ സാധനങ്ങൾ വായിക്കുന്ന പോലേരും പറയരും ചോവരും ഇവരൊക്കെ എന്താ എനിക്കാരാണോ? ആണോന്ന് ഇവര് കൊണ്ടൊക്കെ ഇടപെടുകയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനാണ് ഞാൻ അതൊക്കെ കണ്ട്. ഓഹോ
അങ്ങനെയാണെങ്കിൽ കുരിശുമൂട്ടി ഇത് വള്ളം വാടകയ്ക്ക് എടുത്ത് എല്ലാം കൂട്ടി വരുമ്പോൾ പിള്ളാച്ചന് സ്വന്തമായിട്ട് എന്നാ ഉണ്ടായിരുന്നേ? കുടുംബണ്ടല്ല മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. എനിക്കാണെങ്കിലേ അങ്ങ് ആറ്റുപുറമ്പോക്കിൽ ഒരു കൂലിയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നോ എനിക്ക് സ്വന്തമായിട്ടൊരു വള്ളം, 10-14 ഏക്കർ നിലം, പുരയിട, പിന്നെ നല്ലൊരു വീട്, ഇത്രയൊക്കെ ആയി. ആയല്ലോ. എന്നാലേ ഇന്നും ഞാൻ ആ പുറമ്പോക്കിൽ തന്നെ കഴിയണത്. ആ എടാ, ഇതൊക്കെ ഞാൻ കച്ചവടം ചെയ്തുണ്ടാക്കിയതല്ലേ? അതെ, അത് തന്നെ ഞാൻ പറയണേ. നിങ്ങൾ ഈ പറഞ്ഞ മാപ്പിളമാരോ മേത്തന്മാരോ മരക്കാന്മാരോ വല്ലോ ചാന്തിപ്പലാന്ന് പറയാൻ കുഞ്ഞാപ്പി എന്ന് ചോദിച്ചാ വിട്ടിട്ട് വരുമ്പോൾ കാശ് തരാന്നുള്ള ഉറപ്പേ തന്നുവിടുമായിരുന്നോ? ഇല്ലല്ലോ. അങ്ങനെ കിട്ടിയത് കൊണ്ടല്ലേ ഓട്ടക്കീശം കൊണ്ട് വന്ന പിള്ളാച്ചിനെ ഇപ്പം മടിച്ചിനെ വീർപ്പിച്ചത്. എടാ, ഈ കച്ചവടം ഇതൊക്കെ ഒരു വിശ്വാസമല്ല. അതെ, അതിന്റെ പേരാണ് ജാതി. വരിക്കമാരി എന്നൊരു തറവാട്ട് പേരും പിള്ളാച്ചനൊന്നൊരു വിളിപ്പേരുമാ നിങ്ങളെ മുതൽ മുടക്കും. അതങ്ങ് സമ്മതിച്ചാ മതി. ഈയിടെ കുഞ്ഞാപ്പി, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. ഈടാ, ഈ കച്ചവടത്തിന് ഒരു ചിലപ്പോൾ ജാതിയും മതവും തറവാടും നോക്കി എന്നോടൊരു കണ്ടുപാട്ടമൊക്കെ കാണിച്ചെന്നിരിക്കും. എടാ, ഇവര് ഞാനൊന്നും കാണിച്ചതാ. ഞാൻ അവരുടെ ജാതി വ്യത്യാസമൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഓ, അങ്ങനെ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടായിരിക്കും പിള്ളാച്ചൻ പെണ്ണ് കെട്ടാൻ നേരത്ത് അങ്ങ് ചങ്ങനാശ്ശേരി പോയി ഒരു നായരിച്ചനെ തന്നെയാണ് തപ്പിയെടുത്തത്. എടാ, പെണ്ണോട്ട് നോക്കി അവൻ്റെ മനസ്സിനെ ഇഷ്ടമാണ്. പോകണം, പോകണം. എടി ലക്ഷ്മിക്കുട്ടിയെ, അടിയനൊന്ന് തൊണ്ട നനയ്ക്കാൻ ഒരു തൊണ്ടൻ ചൂടുവെള്ളത്തിനെ ഞാൻ ഈ അകത്തോട്ടൊന്നും അകത്തമ്മ പൂജിക്കണോടി. എന്നാ കാടി അവിടെ കിടന്നു. ഞാൻ വീട് വരെ ഒന്ന് പോയി വന്നാലോ? നല്ല കാര്യം. ഒത്തിരി കാലമായില്ലേ നീ അത്രയും വരെ ഒന്ന് പോയിട്ട്. ആ പിന്നെ പോകുമ്പോഴേ അല്ല ചേനയോ ചേമ്പോ നെല്ലോ അരിയോ എന്നതാന്ന് വെച്ചാൽ എടുത്തോണേ. ഓ ആയിക്കോട്ടെ, കൊണ്ടുപോവാ. ആയിക്കോട്ടെ, കൊണ്ടുപോവാ. എന്റെ തന്ത ഉണ്ടാക്കി വെച്ചോടി ഇവിടെ തിന്നു മുടിക്കാനുണ്ടായ വകകൾ. നിങ്ങളുടെ ഒരു മോതലും ഞാൻ കൊണ്ടുപോകണില്ല. വയ്യാതെ കിടക്കുന്ന എന്നെ പെറ്റതല്ലേ, ഞാനൊന്ന് പോയി കണ്ടോട്ടെ. എടി, അതിന് വഴിച്ചെലവിനുള്ള കാശ് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? മരം കുടിക്കല്ല ഞാൻ ആ പണപ്പെട്ടി കാശ് കൊണ്ട് വെച്ചേക്കുന്നത്. ചോദിക്കുമ്പോ എടുത്തങ്ങോട്ട് തരാൻ. അത് പെണ്ണെ കിട്ടുമ്പോ ഓർക്കണമായിരുന്നു. പോറ്റാൻ പറ്റാത്തവനെ ഈ പണിക്ക് നിൽക്കരുത്. ഞാൻ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നൊന്നുമല്ലല്ലോ. എന്റെ അച്ഛന്റെ പിറകെ മറുപ്പിന് നടന്ന് നിങ്ങൾ സമ്മതിപ്പിച്ചതല്ലേ? അതൊക്കെ അന്നത്തെ എന്റെ ബുദ്ധിമോശം. ബുദ്ധിമോശം പറ്റിയത് എന്റെ അച്ഛനല്ലേ? വീടും കുടിയും ഇല്ലാതെ വള്ളത്തെ തന്നെ വെപ്പും തീനും പുറത്തുകയും നടന്ന നിങ്ങൾക്ക് വേറെ ആരും പെട തരാനാ മനുഷ്യ? നിങ്ങളുടെ കള്ളിലും കപടതയിലും അങ്ങേര് വീണുപോയി. എന്നിട്ട് എനിക്ക് കിട്ടിയതോ പേറാൻ പോലും ആമതില്ലാത്ത ഒരു മച്ചിയെ. ആരെപ്പാണെന്ന് എങ്ങനെ അറിയും? നേർച്ചയും കാഴ്ചയും മുറി വൈദ്യമല്ലാതെ കൊള്ളാവുന്ന ഒരു ആശുപത്രിയിൽ കാണിച്ചിട്ടുണ്ടോ? ഈ തരിശേനെ കാശറിയാൻ മുടക്കിയാലും എനിക്കറിയാലോ. കാശ് 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 കാശുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യനായ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സുണ്ടാവണം. എനിക്ക് എല്ലാം ഉണ്ടാവും. നിങ്ങളുടെ പണിക്കാരനില്ല കുഞ്ഞാപ്പി? ഇല്ലായ്മയിലും എന്ത് സന്തോഷത്തിലാ അവനും അവന്റെ കെട്ടിയോളി ചിന്നയും 3 കുഞ്ഞുങ്ങളെ കഴിയുന്നത് കണ്ടു പഠിക്കും.
ഒരു കാറ്റും കാറ്റല്ല, ഒരു പാട്ടും പാട്ടല്ല. लगता नहीं है दिल यहाँ, लगता नहीं है दिल यहाँ. മഴക്കാലുണ്ടല്ലോ പിള്ളാച്ച, നമുക്കൊന്ന് മൂടി വെച്ച് പോയാലോ? അയ്യോ പിള്ളാച്ച, പോയല്ലേ പോയല്ലേ പിള്ളാച്ച. വിൽക്കാനും വാങ്ങാനും ഒന്നുമില്ല പിള്ളാച്ച. ഒരു 4-5 ചാക്ക് ഉണക്കുകപ്പ, അത് മുഹമ്മേലൊന്ന് ഇറക്കണം. അതിനെന്നാ എടാ കുഞ്ഞാപ്പി, ഓ ആ ചാക്കട്ടി നിർത്തണം. പിന്നെ ബക്കറൊക്കെ ഇപ്പൊ ഇങ്ങോട്ടങ്ങ് കാണാറില്ലല്ലോ. എന്നേക്കാ കച്ചവടമൊക്കെ മടുപ്പാണ്. ഒന്നും പറയണ്ട എൻ്റെ പിള്ളാച്ച. 10-25 കൊല്ലമായി വലിയ ഇടങ്ങേടില്ലാതെ ഞാനിത് കൊണ്ടുപോവുകയായിരുന്നു. എല്ലാം നിർത്തി. നിങ്ങൾക്ക് മക്കളില്ലാത്തതിൻ്റെ വിഷമം, ഇല്ലെങ്കിൽ ഇല്ലാത്തൊരു ദുഃഖമുള്ള പിള്ളാച്ച. എനിക്ക് 3 സന്തതികൾ. പഞ്ഞം പിടിച്ചു ലുപ്തിച്ചു ഞാൻ സ്വരുക്കൂട്ടിയതെല്ലാം തട്ടും മുടിക്കാൻ നടക്കിയ അവറ്റകൾ. ഓട്ടെ സാരമില്ല. പിന്നെ ഞാൻ ഈ ചരക്ക് മുഹമ്മദ് ആരെ ഏൽപ്പിക്കണം? ആരെ ഏൽപ്പിക്കണ്ട, നിങ്ങളവിടെ എത്താൻ ഒരു 4 ദിവസം പിടിക്കില്ലേ? അപ്പം ഞാനവിടെ കാണും. നിങ്ങൾ മുഹമ്മേ വരുമ്പോൾ സുലൈമാന്റെ ചായപ്പീടികന്റെ വരാന്തേ ഞാൻ കാണും. പോരെ? അപ്പൊ ശരിക്കാ, നമുക്ക് മുഹമ്മദ് കാണാം. ആ, അങ്ങനെ അങ്ങ് പോയാലോ? വിൽക്കാനും വാങ്ങാനും ഇത് ചരക്കൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൂലി ചോദിക്കാൻ മടി കാണുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്തെങ്കിലും തരാതെ വെറും കൈയോടെ വിടാൻ എൻ്റെ മനസ്സനുവദിക്കില്ല. നീലച്ചടയൻ, മൂന്നാറിലെ മഞ്ഞുകൊണ്ട നീലച്ചടയൻ. നമുക്ക് മുഹമ്മദ് പിടിക്കാനുള്ള മരുന്നായടാ. ഓ മരുന്നാ കൊള്ളാം. പക്ഷെ വെള്ളം തള്ളാൻ നേരത്തുണ്ടല്ലോ നിങ്ങൾ ഈ ചൊറിഞ്ഞ പണിയായിട്ടുള്ള വരവ് അത്ര ശരിയല്ല. ആ അള്ള, ഇപ്രാവശ്യത്തേക്ക് കൂടി ക്ഷമിക്കണ്ട പകയാ. ഇനി ഇക്ക നിനക്ക് ഇടങ്ങളുണ്ടാക്കൂല. പോരെ? പിള്ളേച്ചോ, ഈ മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളു. ഇവൻ ആള് മിടുക്കനാ. തന്നെയുമല്ല 6-ാം വിരലുള്ള ഭാഗ്യവാനാണ്. 6-ാം വിരൽ. ഇവൻ കൂടെ കൂടിയത് നിങ്ങളുടെ ഭാഗ്യല്ലേ? വെച്ചടി വെച്ചടി കേട്ടല്ലേ? പോയാട്ടെ. ഭയങ്കര ഭാഗ്യ. അഴുക്കോടെ നിലത്ത് കാത്തു വെച്ചിട്ടേ ഓണം ചൊറിയാൻ നോക്കിയാലോ. ഉണ്ടല്ലോ ആ ഇക്കാടെ കപ്പ അറിയല്ലോ. നമുക്കൊന്ന് മൂടേക്ക് പോകാം. അതാണിപ്പോ എന്നാ ചെയ്യും? അതൊന്നും എടുക്കുക. എടുത്തു നോക്കാടാ. അടുപ്പിക്ക്. വാടാ, പിടിക്ക് പിടിക്ക് പിടിക്ക്. അയ്യോ, അല്ല ചാണി ഉടക്കിയിട്ടുണ്ടാ ചാക്ക്. ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തോ സ്വർണ്ണം വല്ലതാണോ? കപ്പയല്ലേ? പിടിക്കടാ. ചാക്ക് തുറച്ചപ്പോ സമാധാനമായല്ലോ. ഇതും കൂടെ മാറിക്കായിരുന്നു ഞാൻ. പിള്ളച്ചോ, ആ കപ്പയല്ലല്ലോ. എടാ നീ വാങ്ങലെടുക്കടാ. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ആരെങ്കിലും കണ്ടാലേ നമ്മളെ വന്ന് ഇതുകൊണ്ടങ്ങ് പോകും. ഇത് ഇത് കൊണ്ടുവന്നോ ഞാൻ കൊണ്ടുപോടാം. ആരെങ്കിലും മരുന്നോ ഭാര്യ കയറ്റാൻ നോക്കും. ബാക്കി ചക്കിന് കാശാണോ നോക്കടാ.
ബാക്കി നാലും കപ്പാനെ നേരം പറയാലോ പിള്ളാച്ച വെള്ളം തള്ളിയാലോ. വള്ളം തള്ളുന്നതിന് മുമ്പേ നമുക്ക് ചിലത് തീരുമാനിക്കണം. എന്നാ തീരുമാനിക്കാം? നീ അവിടെ ഇരിക്കടാ. പേട്ടേന്നേ ബക്കരയ്ക്ക് എന്നതാ നമ്മുടെ വള്ളത്തെ കയറ്റി വിട്ടത്? ഇത് 4 ചാക്ക് കപ്പ 1 ചാക്ക് കാശ്. എന്നിട്ട് അങ്ങനെ നമ്മളോട് പറഞ്ഞതോ 5 ചാക്കിലും കപ്പയാണെന്ന്. ആണല്ലോ. നിനക്കാര്യത്തിൽ സംശയം ഒന്നുമില്ലല്ലോ. എന്നാലേ ഈ 5 ചാക്ക് കപ്പ നമ്മുടെ മുഖം മേലിറക്കും. പിള്ളാച്ചോ നിങ്ങൾ എന്നാ ഭാവിച്ചോടാ? അങ്ങാറ് ഊമ്പിച്ചേച്ച് ഇവിടെ കച്ചവടം നടത്തി ജീവിക്കാൻ നിങ്ങൾക്ക് വല്ല തോന്നലും ഉണ്ടോ? നമ്മൾ അടുക്കുന്ന ഏത് കടവിലാ ഇക്കായി കാവലയില്ലാത്ത ഇത്ര ചക്ക അവിടുന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടുമില്ല. വെള്ളം എടുക്കണം. ഓ അയ്യോ ഒരുമാതിരി എടാ നമ്മൾ ദിവാറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചേ അന്തി കളിഞ്ഞെടുക്കും. കൊണ്ടാണ് ചോദിച്ചു പാടാം. എടുക്കളെ പിള്ളാച്ചോ നമ്മളെന്നാ ആ ഇക്കാടെ കാശ് ആ മുഹമ്മേല് ഇറങ്ങാതെ വന്നു. എടാ നമ്മൾ ഈ കച്ചവടം നടത്തുന്ന കടവുകളിലല്ലാതെ ചാരുമാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാത്തിനാ? അത് താഴേന്ന് മുകളിലോട്ടും തിരിച്ചു സാധനങ്ങൾ കയറ്റിറക്കാനല്ലേ പിള്ളാച്ച? ആണല്ലോ. നിനക്ക് അക്കാര്യത്തിൽ സംശയം ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. എന്നാലേ ഈ താഴ്ചയെ കിടക്കുന്ന നമ്മുടെ ജീവിതത്തിനെ അങ്ങ് മുകളിലോട്ട് ഉയർത്താനേ ബക്കറിക്ക ചാരി വെച്ച് തന്ന ചാരുമാനമല്ലടാ ആ 1 ചാക്ക് കാശ്. നമുക്കിത് പങ്കിട്ടെടുക്കാവടാ. എനിക്കൊക്കെ വേണമല്ലോ പിള്ളാച്ച. വല്ലോനം ചാരി വെച്ച ചാരുമാനത്തിന് അടിവിൽ ഉണ്ടോന്ന് പറയാനൊക്കെയാണ്. അതേ കയറി നാട് കൊടുക്കാൻ എനിക്കൊക്കത്തില്ല. നീ ഇത്തിരി മീൻ ചാറിഞ്ഞെടുത്തോണ്ട് വന്നേ. അത് പാടാം, അത് പാടാം. പിള്ളാച്ച മീറ്റാറൊന്നുമില്ല. അതൊക്കെ തീർന്നു. ഇവന്റെ ഒരു കാര്യം എടാ, നമുക്ക് ഈ കാശ് തന്നു വിട്ട ബക്കർക്ക് ഇന്നില്ല. ഈ കാശിന്റെ കാര്യം ഓർത്ത് ആദ്യമൂന്ന് കയറിയ അങ്ങനെ ചത്ത്. അല്ലെങ്കിൽ പിന്നെ 3-4 ദിവസം മുന്നേ നമ്മുടെ കയ്യിൽ ഈ കാശ് തരുമ്പോ അങ്ങേർക്ക് എന്തോരം കുഴപ്പമുണ്ടായിരുന്നു. പെട്ടെന്ന് ദിവസം തലവിറ്റ് വീഴാനും തലവിന് പോയിട്ട് ചായാനൊക്കെ വല്ല കാര്യമുണ്ടോ? എടാ ആ തലനിറിച്ച പിള്ളേരുടെ ശല്യം സഹിക്കാൻ വയ്യാതാ അങ്ങാരി കാശ് അവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയത്. എടാ അതുകൊണ്ട് തന്നെ ഇത് നമുക്കല്ലാതെ വേറെ ആർക്കും അറിയത്തില്ലടാ. അതല്ല പറ ശരിയാ. ഇപ്പൊ ഈ കാശിനെ കുറിച്ച് അറിയാവുന്ന 2 മനുഷ്യജീവികൾ നമ്മൾ രണ്ടുപേരും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ തന്നെയല്ലേ എപ്പോഴും പറയുന്നത് നീ ആറ്റുപുറമ്പോക്കിലൊരു കൂരയിലാണ് നടക്കുന്നത്. എടാ അവിടുന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നമുക്ക് ഒരു വീടൊക്കെ തല്ലി കൂട്ടണ്ടേ? ഏതാ പിള്ളേച്ച വേർക്കാതെ കിട്ടിയ മറ്റേ നേമ്പക്കം പോയിരുന്നത് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞുണ്ട്. എനിക്കത് തെറ്റിക്കാൻ നോക്കിയാണ്. പിള്ളേച്ച മഴ മുഴുവൻ എടുത്തു. ഞാൻ ആരോടും നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. അടുത്ത പോക്കിനെ ആ കൂരയുടെ കടയിൽ തന്നെ ഇതങ്ങ് എത്തിച്ചേക്കാം. അവൻ്റെ അപ്പൻ്റെ ഒരു ഏമ്പക്കം എൻ്റെ അപ്പനെ തുടങ്ങി അഞ്ചത്ത് വായി വിലങ്ങിയാണ് അവിടെ ചത്തതും മാറി. ഓ അതെല്ലാം അങ്ങോട്ട് വലിച്ചു കയറ്റി ഗ്യാസ് കയറിയാന്ന് പറയുവായിരുന്നേ. ഓ ബാക്കിയുള്ളതേ ഇത് തന്നെ എങ്ങനെ കുടിച്ചോ. ഓ മുഴുവൻ നിനക്കുള്ളതാടാ. കുടിച്ചോടാ. പിള്ളേച്ചോ തല നേരെ നിൽക്കണില്ലല്ലോ. നമുക്കൊന്ന് നടു നീർത്തിച്ച് പോയാലോ? മതിയടാ. എന്നതാണേലും നമ്മൾ തിരികെ പോവുമല്ലേ. ഓ നീയേ ഈ പുക കൂടി അങ്ങ് പിടിക്കടാ.
ഡക്കർക്കട നീലച്ചടയനാ അലിക്കടാ ചിന്ന ചിന്ന എന്ത് ചിന്ന അപ്പാനം അമ്മേനം അപ്പാനം അമ്മേനം നമുക്ക് 6 മക്കള് വേണം. നിന്റെ ഈ ആളുകളെ പോലെ എടാ കുഞ്ഞാപ്പിയെ, നീ ഉറങ്ങുമായിരുന്നോടാ കുഞ്ഞാപ്പിയെ? എന്നാൽ നീ ഉറങ്ങിയതല്ലടാ, പിള്ളാച്ചൻ നിന്നെ ഉറങ്ങിയ. ആദ്യത്തെ 1-2 കല്ലിന് ശേഷം നീ കുളിച്ചതേ കഞ്ചാവ് കിഴിയിട്ട് വച്ച എത്ര കെട്ടലടാ. പിള്ളാച്ചൻ കാശാണ് വേണ്ടത്. കേട്ടാ പോ. വേമ്പനാട്ടുകാരന്റെ ആഴങ്ങളിലേക്ക് പൊക്കോടാ. പോടാ. ഇനി പിള്ളാച്ചൻ ഒറ്റയ്ക്കാടാ, ഒറ്റയ്ക്ക. വലക്കാരുടെ വള്ളം വരുന്നു കേട്ടോ. ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കാണ്. ഇന്നേക്ക് 8 ദിവസമായി എന്റെ കെട്ടിയും കൂരേന്ന് ഇറങ്ങി പോയിട്ട്. അപ്പനെ ചോദിച്ച കാര്യം കുഞ്ഞുങ്ങളോട് ഞാൻ എന്ത് സമാധാനം പറയും? ചിന്നേ, നിന്റെയും പിള്ളേരുടെയും കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പിന്നെ നിന്നെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നു. നടന്നത് എന്താണേലും പിള്ളാച്ചൻ പറ, അതെനിക്കറിയണം. ജീവനോടെ ഉണ്ടെങ്കിൽ എന്നെ എന്റെ കുഞ്ഞുങ്ങളെ കാണാതെ ഇത്ര ദിവസം ഇരിക്കാൻ ഉറപ്പാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേൾക്കാം. പടിഞ്ഞാറക്കരയിൽ തലച്ചുമടായി വീട് കൊണ്ട് വരുന്ന ഒരു മരക്കാച്ചി പെണ്ണുണ്ടായിരുന്നു. കുറെ കൊല്ലം മുമ്പേ അവളെ കെട്ടിയാൻ ചത്തതാ. അവളുമായിട്ട് അവന് ചില ചുറ്റിക്കളികളുണ്ടായിരുന്നു. നിന്നെ ഓർത്ത ഇനി ഇതിവിടെ നടക്കുകയെന്ന് ഞാൻ കട്ടായം പറഞ്ഞു. നിങ്ങളുടെ കൂടെയുള്ള പണി ഇനി വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു ഒറ്റ പോക്ക. പതിപ്പുള്ള വളർന്ന് ഉണ്ടെങ്കിലേ അവനും അവന്റെ പെണ്ണോട് സുഖമായി കൊടുക്കണം.
വയറ്റാട്ടി വയറ് കണ്ടിട്ടേ എങ്ങനെയുണ്ട്? പുറമേന്ന് നോക്കിയ ഒരു കുഴപ്പമില്ല. വയറ് കണ്ടിട്ട് നിങ്ങളുടെ കണക്കിനൊരു പ്രശ്നമുണ്ടോ എന്നൊരു സംശയം. 3 മാസത്തിന്റെ മതിപ്പുണ്ട് ഇപ്പൊ തന്നെ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഓ, എന്തായാലും അക്കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു തർക്കവും വേണ്ട. വേറെ കഴിയുന്നത് വരെ വയറ്റാട്ടി ഇവിടെ ഉണ്ടാവണം, അവിടെ അടുത്ത് തന്നെ. അതിനി വല്ല കൂലിയോ ദക്ഷിണയോ എന്നതാന്ന് വെച്ചാൽ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി, ഞാനതങ്ങ് തരും. പിന്നെ പുറം പണിക്കോ മരുന്നിടിക്കാനോ വെള്ളം തിളപ്പിക്കാനോ വല്ല ആളെ ആവശ്യമുണ്ടെങ്കിലേ ഓക്കെ നമ്മുടെ ചിന്നയെ വിളിച്ചാലോ? നല്ല ശേല്. അപ്പൊ പിള്ളാത്തിന് ഇതൊന്നും പറഞ്ഞില്ലേ? ചിന്നയും പിള്ളേരും കുടിയെന്ന് പോയിട്ട് ദിവസം കുറയായി. അവൻ പാതിരാത്രിക്കും 10 വെളുപ്പിനും 10 പതുങ്ങിയും ഇവിടെ വന്ന് പോകാറുണ്ടായിരുന്നെന്ന്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയമാനെ അവരെയും കൂട്ടി പോയെന്ന്. ഇപ്പൊ 2 കുടി പെണ്ണുങ്ങളെ പൊറപ്പിക്കാനുള്ള ഹെൽപ്പൊക്കെ കാണുമെന്ന്. ആ മേത്തന്റെ പൂത്ത കാശേ കയ്യിലിരിക്കുമല്ലേ? അവനിനി ചത്തില്ലായിരിക്കോ? പുറകെ വന്ന മലക്കാർ വല്ലതും അവനെ രക്ഷിച്ചു കാണോ? മറഞ്ഞിരുന്ന് എനിക്കെതിരെയുള്ള കോപ്പ് കൂട്ടുമായിരിക്കോ? ഇല്ല ഇല്ല ഇല്ല. പോയത് മകരം, ഉസ്താദിന്റെ ഒറ്റമൂല് കിട്ടിയത് കുംഭം മീനം മേടം വിടവം ചിങ്ങി. കണക്കിലൊരു പശ ഉണ്ടല്ലോ, 8 മാസം. ഇനി ഉസ്താദിന്റെ ഒറ്റമൂലി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവക്ക് ചെന പിടിച്ചോ? വെറുതെ കുറെ കാശ് കൊണ്ട് കളഞ്ഞു. ഓണം കയറാൻ ഒരു മൂലം വേണമല്ലോ. താമസിച്ചാലും പിള്ളാച്ചൻ ഭാഗ്യവാനാ. ഇരട്ടി മധുരം അല്ലേ? ഇരട്ടി മധുരം. നല്ല 1-ാം തരം ജാപ്പാണം പുകല. ഇനി പറ വയറ്റാട്ടി, കൊച്ചിൻ തള്ള സുഖമായിട്ടിരിക്കുന്നോ? കൊച്ചൻ്റെതാ ആണാണോ അതോ പെട്ടോ? ഒന്ന് സമാധാനപ്പെട് പിള്ളാച്ച. 2 ഭാഗ്യം, സൗഭാഗ്യം. 1 പിള്ളാച്ചനെ പറിച്ചു വെച്ച പോലൊരാങ്ങുഞ്ഞ്. 2 കുഞ്ഞിന്റെ വലത്തെ കൈയിലേ 5 അല്ല 6 നന്നായി വരും, നന്നായി വരും. കുഞ്ഞാപ്പി, 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 കുഞ്ഞാപ്പി.